ഓട്ടോമാറ്റിക്കലി ലോ കിലോമീറ്ററോടെ ഒരു ഫോർച്യൂണർ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2014 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 1,04,000 കിലോമീറ്ററാണ്. A to Z ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് കേട്ടോ. ഫുൾ ഒറിജിനൽ വരുന്ന വാഹനമാണ്. ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഫ്രണ്ട് ഗ്ലാസ് വരെ ചേഞ്ച് ചെയ്യാത്തൊരു വാഹനം കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 4 ഗുഡ് ഇയറിൻ്റെ ഒരു 99% ടയർ ഭാഗം വരുന്നുണ്ട്. ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിക്കാൻ കഴിയില്ല. ഏകദേശമൊക്കെ കമ്പനി പെയിൻറ്റിലൊരു വാഹനം തന്നെയാണ്. ചെറിയ മൈന്യൂട്ട് 1-2 സ്ഥലത്ത് സ്ക്രാച്ച് ഉണ്ട്. അതൊക്കെ ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് പക്കാ ഷോറൂം കണ്ടീഷനാക്കിയിട്ട് നിങ്ങൾക്ക് തരാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് തരാൻ കഴിയും കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ബമ്പർ അങ്ങനെ ചെറിയ മൈന്യൂട്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളും നിലവിലുള്ളൂ. അതൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ വർക്ക് ചെയ്തിട്ടുള്ളത്. പുറത്ത് ഇതുവരെ ഒരു വർക്കും ചെയ്തിട്ടില്ല കേട്ടോ ഈ വാഹനം. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ അല്ലേ. ചെറിയ സ്ക്രാച്ച് 1-2 സ്ഥലത്തുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ചസ് വരുന്നുണ്ട്. അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളിൽ വേറെ സ്ക്രാച്ച് മേജറായിട്ടൊന്നുമില്ല. ഈ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് കമ്പനി പെയിൻറ്റിലെ വാഹനം തന്നെ കേട്ടോ. ചെറിയ വർക്ക് 1-2 എടുത്തുള്ളത് കംപ്ലീറ്റ് കമ്പനിയിൽ തന്നെയാണ്. ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓവർ ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ബമ്പർ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതേപോലെ ടൈലാമ്പൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ ടൈലാമ്പാണ്. ഇതുമ്പോൾ സ്മോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് ഡിക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഒറിജിനൽ പെയിൻറ്റ് വരുന്ന വാഹനം കേട്ടോ. ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചസിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പക്ക ഷോറൂം കണ്ടീഷനാക്കിയിട്ടുള്ള റേറ്റാണ് നമ്മൾ പറയുന്നത്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളും വരുന്നത്. ഈ സൈഡ് ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ചസ് ഉണ്ട്. ഇത് നമ്മൾ ക്ലിയർ ചെയ്ത് തരും. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം വരുമ്പോഴേ 70 മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. സീറ്റ് വൈസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. 70 മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ. ടയർ ഭാഗങ്ങൾ 4 ഏകദേശം ഒരു 95% ടയർ ഭാഗം വരുന്നുണ്ട്. വന്നതേ കണ്ടീഷനിലായതുകൊണ്ട് എൻജിൻ റൂം വരെ നമ്മൾ വാഷ് ചെയ്തിട്ടില്ല. ആ ഒരു പൊടി തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് ഇന്ന് സ്റ്റോക്ക് കയറിയൊരു വാഹനമാണ്. അപ്രോണിൻ്റെ സൈഡൊക്കെ പക്കയാണ് വരുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് ഇതിൻ്റെ എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ. ബമ്പറിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ചെറിയ ടച്ചിങ് ഉണ്ടെങ്കിലും മേജർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തുമില്ല. ഇവിടെ ചെറിയൊരു വരസിൽ വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ചസ് ഉണ്ട്. അതേപോലെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ടൈലാമ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിത്തരാൻ കഴിയും. ബാക്ക് ഭാഗമൊക്കെ പക്കയാണ് വരുന്നത് കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് വരുമ്പം ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ചസ് ഉണ്ട്. വേറെ മേജർ സ്ക്രാച്ചോ ഡെൻറ്റിങ് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാല്ല. ഒരു 95% കമ്പനി പെയിൻറ്റ് വരുന്നൊരു വാഹനം തന്നെ കേട്ടത്. ബോണറ്റിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ കഴിയുള്ളൂ. ഈ ഒരു ഭാഗത്ത് ചെറിയ ചെലുക്കുണ്ട്. അപ്പോൾ ഈ വാഹനം നമുക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് 15,40,000 രൂപക്ക് പക്കാ ഷോറൂം കണ്ടീഷനാക്കിയിട്ട് കേട്ടോ. ഒരു ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ച് പോലും ഇല്ലാത്ത പക്കാ ഷോറൂം കണ്ടീഷനാക്കിയിട്ട് 15,40,000 രൂപക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് GR സ്പോർട്ടിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ LED ടൈലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയും. എക്സ്ട്രാ ബമ്പർ സ്കേട്ടിങ്ങും ഫ്രണ്ടും ബാക്കൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ കഴിയും. അതിന് നമുക്ക് റേറ്റ് വരുന്നത് 16,20,000 രൂപയാണ് കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.